ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രോബിലേക്ക് സ്വാഗതം. നമ്മുടെ ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വലിയൊരു മുഷിപ്പാണ്. ഇത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണ്ടേ എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ ഫിഷറീസ് ഓഫീസറുടെ ബാച്ചിന്റെ നമ്മുടെ കുട്ടികളോട് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ യാതൊരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ആ പരീക്ഷയിൽ നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുമെന്ന് ഉറപ്പ് കൊടുത്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സെഗ്മെന്റിൽ നിന്നും നല്ലതുപോലെ മാർക്ക് കിട്ടുകയും ചെയ്തു. അത് മാത്രമല്ല, ഒരുപാട് അങ്ങോട്ട് കോംപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ വട്ടത്തെ ഫിഷറീസ് ഓഫീസറിന് ചോദിച്ചിട്ടുമില്ല. പക്ഷേ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ എക്സാമിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ഏരിയ നമ്മളൊന്ന് കാണുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഫോർമുലാസോ അല്ലെങ്കിൽ മറ്റ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിലോട്ട് ഒരുപാട് പോകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് കേന്ദ്രീകരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ പരീക്ഷയിൽ സാധാരണ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് ആർ അഫക്റ്റഡ് ബൈ ഔട്ട്ലയേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂസ്. അതായത് എക്സ്ട്രീം വാല്യൂസ് അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റർ ഏത്, എക്സ്ട്രീം വാല്യൂസ് അഫക്റ്റ് ചെയ്യാത്ത പാരാമീറ്റർ ഏത്. കൂട്ടത്തിലെ ഈ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഔട്ട്ലയർ. ഓക്കെ, ഔട്ട്ലയർ. അപ്പൊ ഈ ഔട്ട്ലയർ എന്നൊരു പേര് നിങ്ങൾ കേൾക്കുമ്പോൾ അത് എക്സ്ട്രീം വാല്യൂസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഉള്ള എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ ഒരു ടേബിൾ വരയ്ക്കുകയാണ്. ടേബിൾ നോക്കൂ, എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞൊരു ടേബിൾ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 10 ആണ്, 1 12 ആണ്, 1 13 ആണ്, 1 7 ആണ്, 1 9 ആണ്, 1 2 ആണ്, 1 30 ആണ്. ഓക്കെ കുട്ടികളെ, ഇതിലെ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റത്ത് കിടക്കുന്നതും ഈ അറ്റത്ത് കിടക്കുന്നതും എക്സ്ട്രീമിറ്റീസിൽ കിടക്കുന്ന വാല്യൂസ്. ഈ എക്സ്ട്രീമിറ്റീസിൽ കിടക്കുന്ന വാല്യൂസ് ഓക്കെ, അത് ബാധിക്കുന്നത് ഏത്, ബാധിക്കാത്തത് ഏത്. ഇതിപ്പോ ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇത് ആക്ച്വലി ഇതിന്റെ ഓർഡർ ഒക്കെ മാറുമ്പോൾ എക്സ്ട്രീം വാല്യൂസിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും 100-ൽ 70 മാർക്ക് കിട്ടുന്നു. ഒരു കുട്ടി മാത്രം 100-ൽ 2 മാർക്കും വേറൊരു കുട്ടി മാത്രം 100-ൽ 100 മാർക്കും വാങ്ങിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും 70 കിട്ടിയപ്പോൾ ഒരാൾക്ക് 1 മാർക്കും ഒരാൾക്ക് 100-ൽ 100 കിട്ടിക്കഴിഞ്ഞാൽ ഈ 1 മാർക്കും 100 കിട്ടിയ ആളുമാണ് എക്സ്ട്രീം ഔട്ട്ലയേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിലാണ് നമ്മൾ വാല്യൂസിനെ ഔട്ട്ലയർ എന്ന് എടുക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടത്തെയും എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ ഒരു കുട്ടിയുടെ മാർക്കാണെങ്കിലോ ഇവിടുത്തെ ഔട്ട്ലയർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 2 എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കുറവ് മാർക്ക്, ഏറ്റവും കൂടിയ മാർക്ക് എന്ന് പറയുന്നത് 30 ആണ് അല്ലെ. ഇത് രണ്ടുമായിരിക്കും ഔട്ട്ലയേഴ്സ്. നിങ്ങൾക്ക് ഔട്ട്ലയർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു സെറ്റ് ഓഫ് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും എക്സ്ട്രീം എൻഡിൽ കിടക്കുന്ന 2 വാല്യൂസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെയും എന്ന് പറഞ്ഞതേ ഉള്ളൂ. ടെക്നിക്കലി നോക്കുമ്പോൾ അത് എന്ത് പാരാമീറ്റർ ആണ് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ആ വാല്യൂസ് എടുക്കുന്നത്. ഏറ്റവും ചെറിയ വാല്യൂ, ഏറ്റവും വലിയ വാല്യൂ. ഇപ്പോൾ നമ്മൾ ആ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഔട്ട്ലയേഴ്സ് ബാധിക്കാത്തത് ഏതൊക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു ടേബിൾ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മീനിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മീൻ എന്താണ് നമുക്കറിയാം അല്ലെ. നമ്മൾ ആവറേജ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ മീൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും സം എടുത്തിട്ട് അതിന്റെ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യുക. അത് ഫോർമുലയിലോട്ട് നമ്മൾ പോകുന്നില്ല. ഈ മീൻ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയുടെ എല്ലാ വാല്യൂസിനെയും പരിഗണിച്ചാൽ മാത്രമേ നമുക്ക് മീൻ ലഭിക്കുകയുള്ളൂ, ആണല്ലോ. അങ്ങനെയെങ്കിൽ ഔട്ട്ലയർ വാല്യൂസിനെ കൂടെ നമുക്ക് പരിഗണിച്ചല്ലേ പറ്റൂ. മീൻ എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസിനെയും പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മീൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രീം അല്ലെങ്കിൽ ഔട്ട്ലയർ വാല്യൂസ് അതിനെ ബാധിക്കും. സോ മീൻ ഈസ് അഫക്റ്റഡ് ബൈ ഔട്ട്ലയേഴ്സ്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മാർക്ക് അല്ലെങ്കിൽ ആവറേജ് മാർക്ക് കുട്ടികളുടെ, ഒരു കുട്ടി തോറ്റാൽ പോലും ആ ആവറേജ് മാർക്കിൽ ചേഞ്ച് വരും. അപ്പൊ ഔട്ട്ലയർ കാരണം ഇവിടെ എന്ത് സംഭവിക്കും? ചേഞ്ച് വരും അല്ലെങ്കിൽ അതിനെ ബാധിക്കും. ഓക്കെ, സോ ഔട്ട്ലയേഴ്സ് ബാധിക്കുന്ന, അഫക്ട് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് മീൻ.
ഇനി മീഡിയൻ ആണെങ്കിലോ കുട്ടികളെ, മീഡിയൻ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? നമുക്ക് കുറച്ച് ഡേറ്റ കിട്ടി. ഇപ്പോൾ 10, 12, 13 എന്ന് പറയുന്ന ഡേറ്റ കിട്ടി. ഇതിനെ ആദ്യം നമ്മൾ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ എഴുതും ഇല്ലേ? ഞാനിവിടെ അസെൻഡിങ്ങിൽ എഴുതുകയാണ്. 2 ഇവിടെ എഴുതി, 7 എഴുതി, 9 എഴുതി, 10 എഴുതി, 12 എഴുതി, 13 എഴുതി, 30 എഴുതി. അസെൻഡിങ് ഓർഡറിൽ ഞാനിവിടെ എഴുതിയിരിക്കുക. ഇനി ഇതിന്റെ നടുക്ക് കിടക്കുന്ന വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ നടുക്ക് കിടക്കുന്ന വാല്യൂ എത്രയാണ്? ഇത് 3 ഇവിടെ കിടപ്പുണ്ട്, ഇത് 3 ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് നടുക്ക് കിടക്കുന്ന ആൾ 10. ഈ 10 എന്ന് പറയുന്നതല്ലേ അവിടുത്തെ മീഡിയൻ. അപ്പോ ഇതിന്റെ ഈ ഭാഗത്ത് 30 എന്ന് പറയുന്നതിന് പകരം 110 ആണെങ്കിൽ പോലും അത് ഈ 10നെ ബാധിക്കുമോ? ഇല്ല. സോ മീഡിയൻ എന്ന് പറയുന്നതിൽ ഔട്ട്ലയേഴ്സ് ബാധിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഔട്ട്ലയേഴ്സ്. ഇനി മോഡ് ആണെങ്കിലോ കുട്ടികളെ, മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡേറ്റ സെറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡേറ്റകളെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ 13ന് പകരം 12ന് പകരം ഇതും 13 ആയിരുന്നെങ്കിലോ? അങ്ങനെയെങ്കിൽ ഈ എൻറ്റയർ ഡേറ്റയുടെ മോഡ് എന്ന് പറഞ്ഞാൽ 13 ആണ്. ഓക്കെ, മോസ്റ്റ് റെപ്പറ്റേറ്റീവ് വാല്യൂ. അങ്ങനെ മോഡിനെ നമ്മൾ എടുത്താൽ എക്സ്ട്രീമിറ്റീസ് അതിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. സോ മോഡ് എന്ന് പറയുന്നതിനെയും ഔട്ട്ലയേഴ്സ് ബാധിക്കുന്നില്ല. പിടി കിട്ടിയോ? ഏകദേശം ഐഡിയ കിട്ടിയോ? യെസ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കൂടുതൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലോട്ടൊക്കെ കയറുമ്പോഴാണ് പലർക്കും പല ആശയക്കുഴപ്പങ്ങളും വരുന്നത്. ഞാൻ എൻ്റെ ഫോർമുല ഒന്നും പറയുന്നില്ല ഇവിടെ. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? അതായത് എൻ്റെ ആവറേജ് വാല്യൂവിൽ നിന്നും ഇൻഡിവിജ്വൽ വാല്യൂസ് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എൻ്റെ കയ്യിൽ കുറച്ച് ഫിഷ് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവന്ന ഫിഷ് ഇരിപ്പുണ്ട്. ഓക്കെ, ആ ഫിഷിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഫിഷിന്റെ ആവറേജ് വെയിറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1 കിലോയാണ്. ഓക്കെ, 1 കിലോ ആണ് ഒരു മീനിന്റെ ആവറേജ് വെയിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ട്യൂണയെ നമുക്ക് എടുക്കാം. ചൂര ഒരു മീനിന് 1 കിലോ വെയിറ്റ് ഉള്ളതാണ്. അങ്ങനെ കുറെ ചൂരയെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം, ഈ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞത് 1 കിലോ അല്ലേ? എന്നാൽ ഈ പിടിച്ചുകൊണ്ട് വന്ന എല്ലാ ചൂര മീനിനും ട്യൂണയ്ക്കും ആ 1 കിലോ തന്നെ ആവുമോ? അല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻ ഉണ്ടാവുമല്ലോ. അത് എത്രത്തോളം വേരി ചെയ്യുന്നു? ഇൻഡിവിജ്വൽ ഫിഷ് എന്ന് പറയുന്നത് ഈ ആവറേജ് 1 കിലോയിൽ നിന്നും എത്രത്തോളം വേരി ചെയ്താണ് കാണപ്പെടുന്നത്. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ എല്ലാ മീനിന്റെയും വെയിറ്റ് എടുക്കില്ലേ? അപ്പൊ എല്ലാ വാല്യൂ എടുക്കുന്നത് കൊണ്ട് തന്നെ ഔട്ട്ലയേഴ്സ് ആരെ ബാധിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ബാധിക്കും. കാരണം എല്ലാ വാല്യൂ എടുത്താലല്ലേ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടൂ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ആവറേജ് വാല്യൂവിൽ നിന്നും ഇൻഡിവിജ്വൽ യൂണിറ്റുകളുടെ വാല്യൂ എത്രത്തോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു, ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നു. ക്ലാസ്സിലെ ആവറേജ് മാർക്ക് 100ൽ 70 ആണെങ്കിൽ എല്ലാ കുട്ടികൾക്കും 70 കിട്ടി എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ സംഭവിക്കാം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഡീവിയേഷൻ ഒട്ടും ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ചില കുട്ടികൾക്ക് 65 ആയിരിക്കും, ചിലർക്ക് 75 ആയിരിക്കും. ഈ വ്യത്യാസം എത്രയാണ്? മീനിൽ നിന്നും എത്രത്തോളം ഇൻഡിവിജ്വൽ മാർക്സ് വ്യത്യാസപ്പെട്ട് കിടക്കുന്നു, ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ എല്ലാ വാല്യൂസിനെ അവിടെ പരിഗണിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതിനെ എക്സ്ട്രീം വാല്യൂസ് അല്ലെങ്കിൽ ഔട്ട്ലയേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അടുത്തതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കൂടുതൽ ക്വാർട്ടൈൽ ഡീവിയേഷനെ കുറിച്ചൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മളിപ്പോ ഇങ്ങനൊരു ഡേറ്റ സെറ്റ് നമ്മൾ എടുത്തുവെങ്കിൽ അതിനെ നമുക്ക് 4 ക്വാർട്ടൈലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4 ക്വാർട്ടൈൽസ് ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിനെ ഒരു ആവറേജ് രീതിയിൽ 4 ക്വാർട്ടൈലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എക്സാക്ട്ലി അത് ക്വാർട്ടൈലൊന്നും അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുക. ഇങ്ങോട്ട് ഇതിന്റെ താഴോട്ടുള്ളത് ഫസ്റ്റ് ക്വാർട്ടൈൽ, ഇതിന്റെ താഴോട്ടുള്ളത് സെക്കൻഡ് ക്വാർട്ടൈൽ, ഇത് തേർഡ് ക്വാർട്ടൈൽ, ഇങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സ്പെസിഫിക് വാല്യൂവിനെ എടുത്തിട്ടാണ് ഞാൻ അത് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ 13 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ക്വാർട്ടൈലാണെന്ന് വിചാരിക്കുക. 10 എന്ന് പറയുന്നത് ഞാൻ തൽക്കാലം സെക്കൻഡ് ക്വാർട്ടൈലായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇനി 7 എന്ന് പറയുന്നത് ഞാൻ തേർഡ് ക്വാർട്ടൈലായിട്ട് എടുക്കുക. പിന്നെ അതിന് മുകളിലോട്ടുള്ള അടുത്ത ക്വാർട്ടൈൽ. ഇങ്ങനെ എന്താണ് ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേർഡ് ക്വാർട്ടൈലിനെയും ഫസ്റ്റ് ക്വാർട്ടൈലിനെയും കൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടുന്നത്. ഓക്കെ, തേർഡ് ക്വാർട്ടൈൽ മൈനസ് ഫസ്റ്റ് ക്വാർട്ടൈൽ ഡിവൈഡഡ് ബൈ 2. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകണ്ട. നമ്മൾ ഇവിടെ എക്സ്ട്രീം വാല്യൂ അഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നോക്കുന്നത്. നോക്കൂ, തേർഡ് ക്വാർട്ടൈലിലെ വാല്യൂവും ഫസ്റ്റ് ക്വാർട്ടൈലിലെ വാല്യൂമാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഔട്ട്ലയർ വാല്യൂസ് ഇതിനെ ബാധിക്കുന്നുണ്ടോ? ബാധിക്കുന്നില്ലല്ലോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷനിൽ
ഔട്ട്ലയേഴ്സ് ബാധിക്കുന്നില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഇത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഗതിയാണ്. ഇനി അടുത്തത് നോക്കൂ. ക്വാർട്ടൈൽ ഡീവിയേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ക്വാർട്ടൈൽ വാല്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. എക്സ്ട്രീം വാല്യൂസ് എത്ര വന്നാലും അതിവിടെ ബാധകമല്ല. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കൂട്ടുകാരെ, എന്താണ് ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പോലെ നമുക്ക് തോന്നുകയും എന്നാൽ അത് പെർസെൻറ്റേജ് ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഓക്കെ, അതിനൊരു ഫോർമുല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുകയാണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. പെർസെൻറ്റേജിലാണ് നമ്മൾ വേരിയേഷൻ എടുക്കുന്നതെങ്കിൽ അതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീനിൽ നിന്നും എത്രത്തോളം വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്ന് മാത്രമാണ് നോക്കുന്നത്, അല്ലെ? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ രണ്ട് ഡേറ്റാ സെറ്റുകളെ കമ്പയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നമുക്ക് നൽകുന്നത്. ഇപ്പോൾ ഞാൻ ട്യൂണയുടെ കേസ് പറഞ്ഞു. ഓക്കെ, 1 കിലോഗ്രാം ആവറേജ് വെയിറ്റ് ഉള്ള ഞാൻ പിടിച്ചുകൊണ്ട് വന്ന വലിയ ബക്കറ്റ് ഓഫ് ട്യൂണയിൽ ഓരോ ഫിഷും എത്രത്തോളം അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ ഞാൻ ട്യൂണയെ പിടിച്ചുകൊണ്ട് വന്നതുപോലെ തന്നെ ഞാൻ ആൻചോവി, നമ്മുടെ നെത്തോലി മീൻ ഉണ്ടല്ലോ, അതിനെ പിടിച്ചുകൊണ്ട് വന്നു. ഓക്കെ, അവരിലും ഈ പറയുന്ന വേരിയേഷൻസ് ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഉണ്ടല്ലോ ആണ്. ഇനി ഈ രണ്ട് കാറ്റഗറിയിലും ട്യൂണയിലും ആൻചോവിയിലും കൂടുതൽ വേരിയേഷൻ കാണിക്കുന്നത് ആരാണ്? കൂടുതൽ വ്യത്യാസപ്പെട്ട് കാണുന്നത് ആരാണ്? ആവറേജിൽ നിന്നും കൂടുതൽ വ്യതിചലനം കാണിക്കുന്നത് ആരാണ്? ഇങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്കതിനെ ശതമാനക്കണക്കിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിനെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. സംഭവം വളരെ എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഡേറ്റാ സെറ്റിനെയും നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനിൽ എടുക്കുമല്ലോ. കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇരിക്കുന്നത്. മീനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും രണ്ടും ഔട്ട്ലയേഴ്സുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാല്യൂസ് അല്ലേ? അപ്പൊ ഡെഫിനറ്റ്ലി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനെയും എന്ത് അഫക്ട് ചെയ്യുന്നുണ്ട്? ഔട്ട്ലയേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ആരെയൊക്കെ ഔട്ട്ലയേഴ്സ് അഫക്ട് ചെയ്യുന്നു എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാതെ ആക്ച്വലി ഈ ഏരിയയുടെ എക്സ്പ്ലനേഷൻ അല്ല ഈ സെഷൻ. ഓക്കെ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ വേറെ സെഷനിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഔട്ട്ലയേഴ്സ് കാരണം അഫക്റ്റഡ് ആകുന്നത്, ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് എന്ന് ചോദിച്ചാൽ മീൻ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്, പിന്നെ റേഞ്ച് എന്ന് പറയുന്ന ആളും ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ. എക്സ്ട്രീം വാല്യൂവിനെ മാത്രം എടുത്തുകൊണ്ടാണ് നമ്മൾ റേഞ്ച് നോക്കുന്നത് തന്നെ. സോ റേഞ്ച് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഔട്ട്ലയേഴ്സ് ബാധിക്കുന്ന ഒരു പാരാമീറ്റർ ആണ്. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടി എന്ന് വിശ്വസിക്കുന്ന കുട്ടികളെ. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ വേറെ സെഷനിൽ കാണും. ഇവിടെ ഫുൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഔട്ട്ലയേഴ്സ് ഇതിനെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ഇത് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ വളരെ ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. ഇനി ഓരോ പാരാമീറ്ററിനെ എടുത്ത് വെച്ചിട്ട് അതെന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ആക്ച്വൽ ക്ലാസ്സുകളിൽ ഉണ്ടാകും. അപ്പോൾ കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് നമുക്ക് ഉടനെ മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.